മാധ്യമങ്ങൾ പറഞ്ഞതും പറയാത്തതുമായ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പി.സിയുടെ വെളിപ്പെടുത്തലുകൾ. സ്വർണ്ണക്കടത്ത് കേസിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്ന് പ്രഖ്യാപിച്ച് പി.സി. ജോർജ് കോട്ടയം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പങ്കാളിത്തമുണ്ട്. ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണെന്ന് താൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പറഞ്ഞിരുന്നു. ആരോപണം നിഷേധിക്കുകയാണെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കാനും പറഞ്ഞിരുന്നു. കള്ളക്കടത്തുമായി ഒരു മുഖ്യമന്ത്രി മുന്നോട്ടു പോകുന്നത് ശരിയാണോ? അത് കേരളത്തിന് അപമാനമല്ലേ? പി.സി. ജോർജും സരിത എസ് നായരും തമ്മിൽ ഈ വിഷയത്തിൽ ഗൂഢാലോചന നടത്തിയെന്നാണ് പുതിയ വാർത്ത. ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം തന്നെ കാണണമെന്ന് സ്വപ്ന ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഫെബ്രുവരിയിൽ തങ്ങൾ തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് കണ്ടത്. സ്വപ്നയുടെ കൈപ്പടയിൽ സ്വപ്ന എഴുതി തന്ന പേപ്പർ തന്റെ കൈകളിലുണ്ട്. ഒരു സ്ത്രീയോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് അത് വായിച്ചപ്പോഴാണ് തനിക്ക് മനസ്സിലായത്. മുഖ്യമന്ത്രി നേരിട്ട് കച്ചവടം നടത്തിയെന്ന് പറഞ്ഞപ്പോൾ താൻ പേടിച്ചുപോയി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ സ്വപ്ന സുരേഷിനെ വിളിച്ചു. ദുബായിൽ നിന്നും പോകേണ്ട സീറ്റ് ശരിപ്പെടുത്താൻ പറഞ്ഞിരുന്നു. ആദ്യമായിട്ടാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്ന് സ്വപ്നയെ വിളിച്ചത്. അതുപ്രകാരം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് മുഖ്യമന്ത്രി ദുബായിക്ക് പോയി. എന്നാൽ മുഖ്യമന്ത്രി ഒരു ബാഗ് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് ശിവശങ്കർ വീണ്ടും സ്വപ്നയെ വിളിക്കുകയായിരുന്നു. അതും എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് അയക്കാൻ വേണ്ടി സ്കാൻ ചെയ്തപ്പോൾ അതിൽ നോട്ടുകെട്ടുകളായിരുന്നു. അന്ന് സരിത്താണ് PR. മുഖ്യമന്ത്രി പറഞ്ഞതാണല്ലോ എന്ന് വെച്ച് അവർ പാഴ്സൽ അയച്ചു. താമസിയാതെ തിരിച്ച് മറ്റൊരു ബാഗേജ് വന്നു. നയതന്ത്ര ബാഗേജ് ആയതിനാൽ അതും ആരും പരിശോധിച്ചില്ല. സരിത്തിന്റെ വീട്ടിലേക്കാണ് പാഴ്സൽ പോയത്. കസ്റ്റംസ് ബാഗേജ് തുറക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് തുറന്നപ്പോൾ 30 കിലോ സ്വർണം കിട്ടി. ആ കേസിൽ ശിവശങ്കറും സ്വപ്നയും സരിത്തുമെല്ലാം പ്രതിയായി. പക്ഷേ മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതി. 21 തവണ സ്വർണം കടത്തിയിട്ടുണ്ടെന്ന് സ്വപ്ന എന്നോട് പറഞ്ഞു. 22ാം തവണയാണ് പിടിക്കപ്പെട്ടത്. അപ്പോൾ 600 കിലോ സ്വർണം മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തി. UAE കോൺസുൽ ജനറലിന് ഗ്രീൻ ചാനൽ അനുമതി നൽകാൻ ഇടപെട്ടത് ശിവശങ്കറാണ്. എന്നെ അന്വേഷിച്ച കേസിൽ ശിവശങ്കർ ജയിലിൽ പോയി. 3-ാം മാസം പുറത്തിറങ്ങി സർക്കാർ സർവീസിൽ കയറി. എന്തിന് ജയിലിൽ നിന്നിറങ്ങിയ ഉടൻ ശിവശങ്കരനെ സർവീസിലെടുത്തു? ശിവശങ്കരനെ മുഖ്യമന്ത്രിക്ക് രക്ഷിച്ചേ പറ്റൂ. ചെത്തുകാരന്റെ മകനെന്ന് പിണറായി അഭിമാന ബോധത്തോടെ പറയാറുണ്ട്. 20 വർഷത്തെ MLA പെൻഷൻ മാത്രം വരുമാനമായുള്ള പിണറായിയുടെ മക്കളെങ്ങനെ ശതകോടീശ്വരരായി? പിണറായി എവിടെയൊക്കെ ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ കട്ടിട്ടുണ്ട്. അമേരിക്കയിൽ ആശുപത്രിയിൽ ചെലവിട്ടത് 15 മിനിറ്റ് മാത്രമാണ്. ബാക്കി സമയം എവിടെയായിരുന്നു? അമേരിക്കയിൽ ഫാരിസ് അബൂബക്കറിനൊപ്പമായിരുന്നു മുഖ്യമന്ത്രി. ഫാരിസാണ് ഭരണം നിയന്ത്രിക്കുന്നത്. തന്നെ ഒരു ദിവസം ജയിലിലിട്ട പിണറായി വിജയനെ 14 ദിവസമെങ്കിലും ജയിലിൽ കിടത്തുമെന്നും പി.സി. ജോർജ് അവകാശപ്പെട്ടു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പങ്കുണ്ടെന്ന് പി.സി. ജോർജ് ആദ്യം അഭിപ്രായപ്പെട്ടത്. മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ച് പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടപ്പോൾ പിണറായി സർക്കാരിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചെന്ന് പി.സി. ജോർജ് പറഞ്ഞിരുന്നു. പി.സി. ജോർജ് പറഞ്ഞതുപോലെ പിണറായിയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചോ ഇല്ലയോ എന്ന് വരും ദിനങ്ങളിൽ അറിയാം.